ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടാ. എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. ഇന്നെന്താ വിഷയം എന്നറിയോ? ഇന്ന് എൻ്റെ വീട്ടിൽ വിരിഞ്ഞ പൂവാണ് കേട്ടോ. ഇന്ന് മുല്ലപ്പൂവ്. ആകെ 3 പൂവ് വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 3 പൂവ് മിനിഞ്ഞാന്ന് മഴ പെയ്തതുകൊണ്ട് ഇതിൻ്റെ മുട്ടിൻ്റെ ഉള്ളിൽ വെള്ളം കടന്നിട്ടാ തോന്നുന്നുണ്ട്. ഒരു ചീഞ്ഞ പോലെ ഉണ്ട്. ഒരു പൂവ് നല്ലതുള്ളൂ, 2 പൂവ് ചീഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. അത് ഞാനത് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, ഈ പൂവിനെ 2 ആക്കാൻ പറ്റും. ഇതിൻ്റെ ഈ ഞെട്ടിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിങ്ങനെ വരും. കാണിച്ചിരട്ടാ. ഇത് വരുന്നില്ല. ഇത് പൂവ് കുറച്ച് ഡാമേജ് ആയ കാരണം കൊണ്ട് അത് വരുന്നില്ല. നല്ല പൂവാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വരും കേട്ടോ. ഇത് വാടിക്കണ്. ഇതെന്താ സംഭവിച്ചതെന്നറിയില്ല. മിഞ്ഞാന്ന് മഴ പെയ്തുകൊണ്ടാണ്. പൂവ് ഇന്ന് വിരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ പൂവ് ഞാൻ ഒന്ന് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇതിന് ക്ഷീണം പോലെ തോന്നിയപ്പോൾ ഓർമ്മ വന്ന് എൻ്റെ പഴയ കാലത്തൊരു സംഭവം ഉണ്ടായത് ഓർമ്മ വന്നപ്പോൾ ഞാൻ അത് പറയാമെന്ന് വിചാരിച്ചേട്ടാ. എൻ്റെ ചെറുപ്പകാലത്ത് ഒരു എത്ര വയസ്സുണ്ടാവും, 10-16 വയസ്സുണ്ടാവും. ആ സമയത്ത് എൻ്റെ ഒരു കുടുംബ വീട്ടിൽ ഈ പൂവ് കുറേ ഉണ്ടായിരുന്നു. ഇങ്ങനെ മൊന്ത പിടിച്ചിട്ടുണ്ടായിരുന്നു. വേരിമേലൊക്കെ ഉണ്ട്. അപ്പോൾ പൂവ് നന്നായി വിരിഞ്ഞ് നിൽക്കണത് ആ ഒരു സമയത്ത്, വിരിഞ്ഞ സമയത്ത് ഒരു കല്യാണം വന്നു. അപ്പോൾ ആ കല്യാണത്തിന് പോകാനായിട്ട് ഈ പൂവൊക്കെ പറിച്ചിട്ട്, അപ്പോൾ 2 ബേശ്യം പൂവുണ്ട്, നിറച്ച് പൂവുണ്ട് പിന്നെ കിട്ടിയതെന്ന്. ഈ പൂവ് വിരിയുമ്പോൾ എങ്ങനെയാ വെച്ചാൽ ഒപ്പമുള്ള വിരിയും. എല്ലാ പൂവും ഒപ്പം അങ്ങോട്ട് വിരിയും. അപ്പോൾ അത് ഫസ്റ്റത്തെ ദിവസം കുറച്ച് പൂവുണ്ടായിരുന്നു. 2ാമത്തെ ദിവസം കുറേ പൂവുണ്ടാവും. ഒരു ഞെട്ടിയിൽ 3 പൂവാണ് മുട്ടാണ് ഉണ്ടാവുക. അതിലത്തെ ഫസ്റ്റ് ദിവസം വിരിയും. അത് ഓരോന്നേ വിരിയുള്ളൂ. പിറ്റത്തെ ദിവസത്തിൽ ആ 2 മുട്ടകൾ ഒരുമിച്ച് വിരിയും. അപ്പം അന്ന് കുറേ പൂ കിട്ടും. അപ്പം അങ്ങനെ ആ 2 മുട്ട വിരിഞ്ഞ് തന്നാൽ കുറേ പൂവുള്ള ദിവസമായിരുന്നു കല്യാണം. അപ്പം ആ കല്യാണത്തിന് പോകുമ്പോൾ ഈ പൂവ് ഞങ്ങൾ മുതിർന്ന ആൾക്കാർ 2 പേര് അവിടെ ഉണ്ട്. പെണ്ണുങ്ങൾ തന്നെ 2 മുതിർന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഈ പൂവ് ഫുള്ള് അതിലത്തെ ഒരാൾ പൊട്ടിച്ചു കൊടുന്നിട്ട് പാത്രത്തിലാക്കി വെച്ച്. അപ്പോൾ അതിന്ന് ഞാൻ കുറച്ചിങ്ങനെ കൈ കൊണ്ട് എടുത്ത് കുറച്ചെടുത്തപ്പോൾ ഇങ്ങനെ അവിടെ മേടിച്ചിട്ട് അവിടെ വെക്ക്, ഞാൻ നിങ്ങൾ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ചിട്ട് എന്നിട്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരത് നല്ല നല്ല പൂക്കളൊക്കെ എടുത്തിട്ട് അവർ മാല ഉണ്ടാക്കി, നല്ല പൂക്കളൊക്കെ. എന്നിട്ട് അത് അവർ 2 പേർക്കുള്ള മാല, അവർക്കെല്ലാം മുടിയുണ്ട്. മുടി ഇവിടെ തൊട്ട് ഇവിടം വരെ വെക്കാനുള്ളത് അവരുണ്ടാക്കിയിട്ട് ബാക്കി ഉള്ള ഇതേപോലെ ചീഞ്ഞതും പിന്നെ തലേ ദിവസത്തെ പൂവുണ്ടായിരുന്നു അത്, പിന്നെ ഇങ്ങനെ മുരടിച്ച പൂവ്, ഒരു തല വിരിയാതെ ഒരു തല മാത്രം വിരിഞ്ഞിട്ട് പുഴുക്കേടുള്ള അങ്ങനത്തെ ഒക്കെ ആയിട്ടുള്ള ബാക്കി ഇവർ 2 പേരും കോർത്തിട്ട് ബാക്കിയുള്ള പൂവാട്ടെ എനിക്ക് തന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിക്ക് അത് മതി, ഒരു പിടി മതി, എനിക്ക് മുടിയില്ല, കുറച്ച് മുടിയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കഴുത്തിൻ്റെ എത്ര മുടിയുള്ളൂ, അവർക്ക് നല്ല മുടിയുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് തോന മുടിയുള്ളവർക്ക് ഇവിടെ തൊട്ട് മുടി അറ്റം വരെ വെക്കണ്ടേ. അപ്പോൾ അത് ഫുള്ള് കുറച്ച് അവരെടുത്തോട്ടെ എന്ന് വിചാരിച്ച്. പക്ഷേ ഈ കുഞ്ഞു പൂക്കളും തലേദിവസത്തെ പൂക്കളും ചുവന്ന കളറായ പൂക്കളൊക്കെ തന്നത് കേട്ടോ. അതുകൊണ്ടുള്ളൊരു വിഷമം ഉണ്ടായി. പക്ഷെ പൂവൊക്കെ എനിക്ക് കുറച്ച് മതി. എന്നിട്ട് അതല്ല രസം, പൂവ് അവർ മാല കെട്ടി അവരെങ്ങനെ മാല കോർത്തെന്ന് വെച്ചാൽ ഇത് ഈ ഉണ്ട പൂവാണ്, ഇതിനെ 2 ആക്കാൻ പറ്റും. അവർ പറഞ്ഞിട്ട് അവർ മനസ്സിലാക്കണില്ല. ഈ പൂവിനെ 2 ആക്കാൻ പറ്റുന്നോണ്ട് അവർ മനസ്സിലാക്കണില്ല. പിന്നെ എന്താണ് ഇജ്ജ് പഠിച്ചോടത്തല്ല ഞങ്ങൾ പഠിച്ചത്, അന്നം കെട്ടി ഓണം ഉണ്ടോരാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തിക്കണെന്ന് വെച്ചാൽ ഇതിന് സൂചി എടുത്തിട്ട് കോർത്ത്, ഇത് കെട്ടിയാലൊന്നും നിൽക്കില്ല, അതിൻ്റെ തണ്ട് വണ്ണം കിട്ടില്ല. അത് കാരണം കെട്ടിയാൽ നിൽക്കില്ലത്. അതായത് നമ്മൾ മുല്ലപ്പൂ മാല കോർക്കുന്ന ആൾക്കാർ കെട്ടണ പോലെ അല്ല ഞങ്ങൾ കെട്ടണത്. നമ്മൾ ഇതിന് സാധാരണ ഒരു കെട്ട് കെട്ടണ പോലെ കെട്ടുക. അപ്പോൾ ഇതിന് നിൽക്കൂല, ഒതുങ്ങൂലത്. പിന്നെ ഞെട്ടി നീളം കുറവാണ്, അപ്പോൾ കിട്ടില്ല. അപ്പോൾ ഇത് ഇവരെന്ത് ചെയ്തിക്കണെന്ന് വെച്ചാൽ സൂചി എടുത്ത് കോർത്ത്
സൂചി എടുത്തിട്ട് ഇതിനെ കോർത്ത്, എന്നിട്ട് ചെണ്ടുമല്ലി കോർക്കണ പോലെ അങ്ങോട്ട് കോർത്ത്, അങ്ങോട്ട് കോർത്തൊരു മാല, 2 മാല അങ്ങനെ അങ്ങോട്ട് കോർത്തിട്ട് ഇവർ തലയും വെച്ച് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് പൂ മതി, ഇതിനെ 2 ആക്കിയിട്ട് അടുപ്പിച്ച് ഇങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ കോർത്തിട്ട് എനിക്ക് കുറച്ച് പൂ മതിയല്ലോ. അപ്പം ഞാൻ അധികം നീളത്തിലൊന്നും വേണ്ട, അപ്പോൾ നല്ലൊരു 3 ഇഴയായിട്ട് ഇങ്ങനെ വെക്കാൻ പാകത്തിനുള്ളത് ഞാൻ അതൊന്നുള്ള നല്ല പൂക്കളൊക്കെ എടുത്ത് ഇങ്ങനെ 2 ആക്കി അതിനെ കോർത്തിട്ട് ഞാനും തലയിൽ വെച്ച് കല്യാണത്തിന് പോയിട്ട് എന്തുണ്ടായിച്ചാൽ 1 കിലോമീറ്റർ നടന്നു പോകണം കല്യാണത്തിന്. കല്യാണം വീട്ടിലാണ്, അന്നൊക്കെ വീട്ടിലാണല്ലോ പാവപ്പെട്ടവരെ കല്യാണം കഴിക്കൽ. പിന്നെ മണ്ഡപത്തിലൊക്കെ അത്രയും വലിയ കാശുള്ളവരൊക്കെ അല്ലേ മണ്ഡപത്തിൽ കഴിക്കൽ. ഒരുവിധം പണക്കാർ വന്ന് വീട്ടിൽ തന്നെ കല്യാണം പന്തലൊക്കെ ഇട്ടിട്ട് അതൊരു രസമായിരുന്നല്ലേ. അപ്പോൾ അങ്ങനെ പന്തലിട്ട് കല്യാണം, അപ്പോൾ അങ്ങോട്ട് നടന്നു പോകണം. ഇവരൊരു 12-13 സമയത്ത് ഞങ്ങളൊക്കെ 3 ആൾ കൂടി കുളിച്ചൊരുങ്ങി കല്യാണത്തിന് പോയിട്ട് കല്യാണം എത്തിയപ്പോൾ എന്താ ഉണ്ടായിച്ചാൽ അവരുടെ പൂമാലൊക്കെ മൊത്തം കണ്ട് ഊർന്നിട്ടിറങ്ങിയിട്ട് തുമ്പത്ത് മാത്രം ഒരുണ്ടായി. ഇവിടൊക്കെ നൂല്, ഇവിടെ സ്ലൈഡൊക്കെ കുത്തി, ഇവിടെ അറ്റവരുണ്ടല്ലോ, മുടി വലുതാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ മുടിയും കണ്ട് ഊർന്നിറങ്ങിയിട്ട് മുടിയുടെ തുമ്പത്ത് മാത്രം പൂവിങ്ങനെ ഉണ്ടായി. എനിക്കൊരു പൊക്ക പോലെ 2 ആളുടെ ഇൻ്റെത് മാത്രം അതേപോലെ അവിടെ ഇരുന്ന് പൂമാല പോലെ ഇരുന്ന്. കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ എല്ലാവരും ചോദിക്കലും ഇതെന്താ നിങ്ങളെ മാലൊക്കെ ഇങ്ങനെ ആയി? അവളെ പൂമാലക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവളെ മാല നല്ലപോലെ ഇരിക്കണ്ടല്ലോ, നിങ്ങളുടെ മാല എന്താ ഇങ്ങനെ ആയി എന്ന് വെച്ച് കളിയാക്കിയപ്പോൾ അതാ കല്യാണം വീട്ടിൽ നിന്ന് കല്യാണം കഴിയണതിന് മുന്നേ അത് ഊരി കളയേണ്ട ഒരവസ്ഥ വന്നു. അന്ന് അവർക്ക് ചെറിയ പറഞ്ഞ ചവിട്ടി പോയില്ല. അപ്പോൾ അവരങ്ങനെ കാട്ടിയിട്ട് പോന്നിട്ടാ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടേക്ക്. ഈ പൂവ് നാശമായ പൂവ്, ഇത് പൂവിന് വലിയ ഗുണമില്ല. ഇത് മിഞ്ഞാന്ന് മഴ പെയ്തുകൊണ്ടാന്ന് തോന്നുന്നു ഈ പൂവിന് വലിയ എന്നൊരു സുഖമില്ലാത്ത പൂക്കൾ, അത്ര ഒരു പ്രസരിപ്പില്ല ഈ പൂവിന്. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നിട്ടാ. എനിക്ക് 16 വയസ്സുള്ളപ്പോൾ നടന്ന കാര്യം കേട്ടാ. 35 വർഷമായി അത് നടന്നിട്ട്. അപ്പം എനിക്കത് ഓർമ്മ വന്നു. അപ്പം എല്ലാവരും പറഞ്ഞു, കല്യാണം വീട്ടുകാർ നോക്കിയപ്പോൾ എല്ലാവരും കളിയാക്കി തുടങ്ങി, ഇതെന്താ പൂമാല ഇങ്ങനെ. അപ്പം അങ്ങനെ 2 പേരും കൂടിയിട്ട് എന്നിട്ട് മല്ലടിച്ചിട്ട് ഞാൻ ഒരു പിടി പോകും, ഞാൻ എടുത്ത് നിന്നെന്ന് വിളിച്ചവിടെ ഇട്ടിട്ട് ലാസ്റ്റ് അവരെ കോർക്കലൊക്കെ കഴിഞ്ഞിട്ട് തന്നത് ആ പാത്രത്തിൽ അടിപൊളി തന്നത് കേട്ടാ. ഞാനതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി അന്ന്. എന്നാലും ഇപ്പോൾ ഞാൻ പൂവ് ആ ഒരു ദേശത്തിന് പൂവ് വെക്കാതെ വന്ന് അവരെന്നെ കൊണ്ടുപോകില്ലേ കല്യാണത്തിന്. അപ്പോൾ പിന്നെ ഞാൻ തോന്നിയിട്ട് ഉള്ളത് തന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഇത് 2 ആക്കി. ആദ്യത്തെ നല്ല പൂക്കൾ എടുത്തിട്ട് ഇതിനെ 2 ആക്കി. എന്നിട്ട് അങ്ങനെ കോർത്ത്. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞോളം നിന്ന് കല്യാണം കഴിഞ്ഞ് വന്ന് ഞാൻ ഊരി തുറക്കിട്ടിട്ടാണ് അത് പോയത്. അവരെ കല്യാണം